ഈ സ്ലൈഡ് വിസിബിൾ ആണോ? ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്ന്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാനുള്ള ട്രാൻസ്ഡ്യൂസർ ആണ് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, സോ ട്രാൻസ്ഡ്യൂസറിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കുന്ന ചെറിയ ഡിവൈസസിനെയാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ ബേസിക്കലി എന്താണ് ചെയ്യുന്നത്? ദേ യൂസ്ഡ് ടു മെഷർ ദ മൂവ്മെന്റ് ഓഫ് ഓബ്ജക്റ്റിനെ ആണല്ലോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ മൂവ്മെന്റ് ഓഫ് ദ ഒബ്ജക്ട് ഫ്രം വൺ പൊസിഷൻ ടു അനദർ പൊസിഷൻ. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയ ഡിസ്പ്ലേസ്മെന്റിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി അത് കൺവേർട്ട് ചെയ്യുന്നു. അതിന് ഒത്തിരി എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഓട്ടോമേഷൻ, നമ്മൾ ഓട്ടോമേഷന്റെ സമയത്ത്, അതുപോലെ തന്നെ റോബോട്ടിക്സിൽ, അതുപോലെ തന്നെ സ്ട്രക്ചറൽ മോണിറ്ററിങ്, സിവിൽ എഞ്ചിനീയറിംഗ് വർക്കുകളിൽ, അതുപോലെ തന്നെ പ്രിസിഷൻ മാനുഫാക്ചറിങ്ങിൽ എല്ലാം ഓക്കെ ആക്യുറേറ്റ് പൊസിഷൻ മെഷർമെന്റ് എവിടൊക്കെ ആവശ്യമായിട്ടുണ്ട്, ഒരു ഓബ്ജക്റ്റിന്റെ എക്സാക്ട് പൊസിഷൻ എവിടെയാണെന്ന് മെഷർ ചെയ്യാൻ, അതിലെന്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യാൻ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ നമുക്ക് ഉപയോഗിക്കാൻ ഒക്കും. ഓക്കെ, സോ ദേ കൺവേർട്ട് the motion into electrical signals. They convert the motion into electrical signals. They are basically classified into linear and angular displacement transducers. ലീനിയർ ഡിസ്പ്ലേസ്മെന്റും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെന്റിനെയാണ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, അല്ലേ? അലോങ് എ ലൈൻ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്ക് ഒരു ഓബ്ജക്റ്റ് ഒരു സെന്ററിനെ ബേസ് ചെയ്ത് തിരിയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഒരു ഓബ്ജക്റ്റ് അതിരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു 10 ഡിഗ്രി തിരിയുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നുണ്ട്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നു. സോ മൂവ്മെന്റ് അലോങ് സ്ട്രെയിറ്റ് ലൈൻ ആർ കോമൺലി മെഷേർഡ്. ഓക്കെ, ലീനിയർ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ ട്രാൻസ്ഡ്യൂസേഴ്സ് യൂഷ്വലി മെഷർ മൂവ്മെന്റ് അലോങ് സ്ട്രെയിറ്റ് ലൈൻ. ആംഗുലാർ ട്രാൻസ്ഡ്യൂസറോ they are used for measuring angular മൂവ്മെന്റിനെ മെഷർ ചെയ്യാൻ. ഓക്കെ, സോ സ്ട്രെയിറ്റ് ലൈൻ മോഷനെ മെഷർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസറിനെ നമ്മൾ എന്ത് പറയുന്നു? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നു. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് LVDT, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. ഓക്കെ, LVDT, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഇങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ മതി. അത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. വളരെ ആക്യുറേറ്റും ഡ്യൂറബിളും ആയിട്ടുള്ള വളരെ ഹൈ റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിവൈസ് ആണ് ഈ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കപ്പാസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് സെൻസർ, അത് രണ്ടാമത്തതാണ്. ഇതൊന്ന്, ഇത് രണ്ട്. രണ്ടാമത്തെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ ആണ് എന്ത്? കപ്പാസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് സെൻസർ. ദ യൂട്ടിലൈസസ് ചേഞ്ചസ് ഇൻ കപ്പാസിറ്റൻസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഉപയോഗിച്ച് ദേ മെഷർ ദ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് ഹൈ പ്രിസിഷൻ. ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ്. ഓക്കെ, സോ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ഉപയോഗിച്ച് ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്ന ഡിവൈസസ്. ഇനി റെസിസ്റ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ അല്ലെ മൂന്നാമത്തെ നമ്മൾ മറ്റൊരു പേരിൽ പറയും പൊട്ടൻഷ്യോമീറ്റർ. ദേ മെഷർ ഡിസ്പ്ലേസ്മെന്റ് ത്രൂ റെസിസ്റ്റൻസ് വേരിയേഷൻ ഇൻ എ കണ്ടക്റ്റീവ് ട്രാക്ക്, അല്ലേ? റെസിസ്റ്റൻസ് വേരിയേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോൾ ആ ഒരു കണ്ടക്റ്റീവ് ട്രാക്കിൽ റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടാകുന്നു. എത്രമാത്രം റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടെന്ന് നോക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എന്താണ് വിസിബിൾ അല്ലെ ഡിസ്പ്ലേ ചെയ്യിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എന്താണ്? റെസിസ്റ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ. കപ്പാസിറ്റീവ്, റെസിസ്റ്റീവ് ആസ് വെൽ ആസ് ഇൻഡക്റ്റീവ്. ഇൻഡക്റ്റീവ് ഡിവൈസ് ആണ് ഏത്? LVDT അല്ലെങ്കിൽ ലീനിയർ വേരിയബിൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ. സോ there are three types: linear variable differential transducer, capacitive displacement transducer or sensor, then resistance based resistive displacement transducer. Okay, so angular displacement transducer എന്താണെന്ന് നോക്കാം. They measure the rotational movement. Rotational movement എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? സപ്പോസ് ഒരു ഓബ്ജക്റ്റ് ഇരിക്കുന്നു, അതിനൊരു സെന്റർ പോയിന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സപ്പോസ് അത് ഈ ഒരു പൊസിഷനിൽ നിന്ന് പുതിയൊരു പൊസിഷനിലേക്ക് അത് ചേഞ്ച് ചെയ്തു.
ഇതിന്റെ ലൊക്കേഷൻ പുതിയൊരു പൊസിഷനിലേക്ക് മാറി. ഇതിനിടയിലുള്ള ആംഗിൾ എത്രമാത്രമാണെന്നുള്ളത് മെഷർ ചെയ്യാം. മേ ബി 10 ഡിഗ്രി. ഈ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കാം. RVDT, റോട്ടറി വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. ഒപ്റ്റിക്കൽ എൻകോഡർ, ഹാൾ എഫക്ട് സെൻസർ. റോട്ടറി വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ which is similar to LVDT but measures angular displacement. Optical encoder, they convert rotational motion into digital signals. Okay, so digital signals produce digital signals എന്ന് പറയുമ്പോൾ സീറോസിനെയും വൺസിനെയും ബേസ് ചെയ്തിട്ടുള്ള സിഗ്നൽസിനെയാണ് എന്ത് പറയുന്നത്? ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് നമ്മൾ പറയുന്നത്. സോ റൊട്ടേഷണൽ മോഷനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ലൈറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് ഒപ്റ്റിക്കൽ എൻകോഡർ. ഓക്കെ, ഒപ്റ്റിക്കൽ എൻകോഡർ. ഓക്കെ, RVDT എന്ന് പറഞ്ഞാൽ എന്താണ്? റോട്ടറി വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. അത് LVDTയുടെ കൂട്ട് ഇൻഡക്ടൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ഹാൾ എഫക്ട് സെൻസേഴ്സ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഓക്കെ, അത് ഉപയോഗിച്ച് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡിലെ ചേഞ്ച് ഉപയോഗിച്ച് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? RVDT. ഓക്കെ, RVDT എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ട്രാൻസ്ഡ്യൂസേഴ്സ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന എവിടെയാണ്? മാനുഫാക്ചറിങ് ആൻഡ് ഓട്ടോമേഷൻ, അതായത് റോബോട്ടിക് ആംസിന്റെ പൊസിഷൻ കൺട്രോൾ. ഓക്കെ, റോബോട്ടിക് ആം അതിന്റെ ലൊക്കേഷനിൽ നിന്ന് അത് എത്രമാത്രം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അതിന് വന്നിട്ടുണ്ട് ആമിന്, അല്ലെങ്കിൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എത്രമാത്രം വന്നിട്ടുണ്ട്. അതുപോലെ CNC മെഷീനിൽ അതിന്റെ ടേബിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ട് എത്രമാത്രം മൂവ് ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ്? പൊസിഷൻ കൺട്രോൾ ടൈപ്പ് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത്. ഇനി ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലേക്ക് വരാം. സസ്പെൻഷൻ മൂവ്മെന്റ് എത്രമാത്രം വന്നിട്ടുണ്ട്? സസ്പെൻഷൻ ട്രാവൽ എത്രമാത്രം വന്നിട്ടുണ്ട്? ത്രോട്ടിൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഫ്യൂവല് എയർ മിക്സ്ചർ എഞ്ചിന്റെ സിലിണ്ടറിനുള്ളിലേക്ക് മൂവ് ചെയ്യുന്നിടത്ത് ഒരു ഫ്ലാപ്പ് വെച്ചിട്ടുണ്ട്. ത്രോട്ടിൽ കൺട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാപ്പിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രേക്ക് പെഡൽ എത്രമാത്രം ഡിസ്പ്ലേസ് ചെയ്തു, നമ്മൾ എത്രമാത്രം ബ്രേക്ക് പ്രസ് ചെയ്തിട്ടുണ്ട്, ആ ഡിസ്പ്ലേസ്മെന്റിനെ മെഷർ ചെയ്യാൻ നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സ് ഉപയോഗിക്കുന്നു. എയറോസ്പേസ് ആൻഡ് ഏവിയേഷനിലെ, അതായത് മോണിറ്ററിംഗ് കൺട്രോൾ സർഫസ് ആൻഡ് ലാൻഡിംഗ് ഗിയർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, എയർക്രാഫ്റ്റിന്റെ ലാൻഡിംഗ് ഗിയർ എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ ലാൻഡിംഗ് ഗിയർ എക്സാക്ട്ലി ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് അത് എന്താണ് ഫ്ലെക്സ് ചെയ്ത് അതിന്റെ കറക്റ്റ് പൊസിഷനിലേക്ക് എത്തിയില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ലാൻഡിംഗ് ഗിയറിന് എത്രമാത്രം ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കൺട്രോൾ സർഫസ് മോണിറ്ററിങ്ങിന് വേണ്ടിയൊക്കെ എയറോസ്പേസിലും അല്ലെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എന്താ ട്രാൻസ്ഡ്യൂസേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഡ്യൂസറിന് ഒരു വൈഡ് ലെവൽ ആപ്ലിക്കേഷൻ ആണ് മാനുഫാക്ചറിങ്ങിൽ, അതുപോലെ തന്നെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ. അതുപോലെ സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സിവിൽ കൺസ്ട്രക്ഷനിൽ, ബ്രിഡ്ജസിൽ, അതുപോലെ തന്നെ പല ബിൽഡിങ്സ്, റെയിൽവേ ട്രാക്സിലൊക്കെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ടോ, ബൈ ടൈം സമയത്തിനനുസരിച്ച് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നുണ്ട്. ദേ ആർ യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ്. സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻസിൽ അവയുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവയുടെ ലൈഫ്, അവയുടെ ബിഹേവിയർ എന്താണെന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി. മെഡിക്കൽ എക്യുപ്മെന്റിലോ ബയോമെഡിക്കൽ ഡിവൈസസ്, മോഷൻ അനാലിസിസ്, ഓക്കെ, പ്രോസ്തെറ്റിക്സ്, അതുപോലെ തന്നെ ബയോമെഡിക്കൽ ഡിവൈസസിൽ മോഷൻ അനാലിസിസ് ചെയ്യാൻ. പ്രോസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എസ്പെഷ്യലി എന്താണ്? ആർട്ടിഫിഷ്യൽ ലിംബ് അതുപോലുള്ള പാർട്സിൽ എന്താണ്? ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്, ബ്രെയിൻ സിഗ്നൽസ് ഉപയോഗിച്ച് മൂവ്മെന്റ് നടത്തണമെങ്കിൽ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റിനെയും ആംഗുലാർ മൂവ്മെന്റിനെയും മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ഓൾ മെഡിക്കൽ എക്യുപ്മെന്റ് ആപ്ലിക്കേഷൻസ് ഫോർ പ്രോസ്തെറ്റിക്സ് ആസ് വെൽ ആസ് ബയോമെഡിക്കൽ ഡിവൈസസ്. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ പ്രിസിഷൻ ഉള്ള ഡിവൈസ് ആണ്. നോൺ കോണ്ടാക്ട് വിയർ ഫ്രീ ഓപ്പറേഷൻ. നോൺ കോണ്ടാക്ട് ഡിവൈസസ് ഉണ്ട്, അവയ്ക്ക് പെട്ടെന്ന് ഫ്രിക്ഷൻ ഇല്ല, വിയർ ഇല്ല, ഡാമേജ് ഉണ്ടാവുന്നില്ല. ഇനി ലീനിയർ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഫിനിറ്റ് റെസൊല്യൂഷൻ പോസിബിൾ ആണ്. ഇൻഫിനിറ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് അല്ലെ ഡിസ്പ്ലേസ്മെന്റിലാവുന്ന മൈന്യൂട്ട് ചേഞ്ചിനെ പോലും ഔട്ട്പുട്ടില് വോൾട്ടേജ് സിഗ്നൽസ് ആയിട്ട് തരാൻ പറ്റുന്ന ഡിവൈസസ് ആണ് ഇൻഫൈനൈറ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെ, ഡിവൈസസിന് ഇൻഫൈനൈറ്റ് റെസൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഹാർഷ് എൻവയോൺമെന്റ്, ഡസ്റ്റ്, മോയിസ്ചർ, ഹൈ ടെമ്പറേച്ചർ ഒന്നും ഇതിനെ അഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഔട്ട്പുട്ട് സിഗ്നൽസിനെ നമ്മൾ ചിലപ്പോൾ ആംപ്ലിഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നു.
ഓക്കെ, ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ ഔട്ട്പുട്ട് സിഗ്നൽ, ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ്. ഞാൻ പറഞ്ഞു ലീനിയർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, അവ എന്താണ് ഉണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ലീനിയർ ആണെങ്കിലോ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലോ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ സിഗ്നൽസ് വളരെ മൈൽഡ് സിഗ്നൽസ് ആയിരിക്കാം. അതിനെ കണ്ടീഷൻ ചെയ്യുവാണെങ്കിൽ, അങ്ങനെയുള്ള സിഗ്നൽസിനെ കണ്ടീഷൻ ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് എന്താണ്, ദീസ് സിഗ്നൽസ് ആർ കണ്ടീഷൻഡ്, then you will get better output. Okay, so conditioning, signal conditioning, more അതിനകത്ത് നോയ്സ് റിമൂവ് ചെയ്യേണ്ടി വരുന്നു, അതിനെ ആംപ്ലിഫൈ ചെയ്യേണ്ടി വരുന്നു, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നീട് കോണ്ടാക്ട് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പോൾ അവയ്ക്ക് വിയർ ആൻഡ് ടിയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഓബ്ജക്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ വിയർ ആൻഡ് ടിയർ ഉണ്ടാവും. ചില ട്രാൻസ്ഡ്യൂസറിൽ ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ ഒക്കെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ക്ലീൻ എൻവയോൺമെന്റിൽ മാത്രമേ ഓപ്റ്റിക്കൽ ഡിവൈസസ് വർക്ക് ചെയ്യൂ. ഓപ്റ്റിക്കൽ എൻകോഡർ ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്, അത് ഉപയോഗിച്ച് നമുക്ക് ആംഗുലാർ മെഷർമെന്റ് നടത്താം. പക്ഷെ അത് ലൈറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതിന് ഒരു ക്ലീൻ എൻവയോൺമെന്റ് ആവശ്യമാണ്. ക്ലീൻ എൻവയോൺമെന്റ് ഉണ്ടെങ്കിലേ അത് ലൈറ്റിൽ അല്ലെ ഓപ്റ്റിക്സ് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ലൈറ്റിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഒരു LVDT ആണ്, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഡിവൈസ് ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഇപ്പം ഒപ്റ്റിക്കൽ എൻകോഡർ, ഇതെല്ലാം ട്രാൻസ്ഡ്യൂസർ ആണ്, ലീനിയർ മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഡ്യൂസർ ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാനുള്ള ട്രാൻസ്ഡ്യൂസർ ആണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, എന്നാൽ LVDT നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ LVDTs ആർ ഇലക്ട്രോ മെക്കാനിക്കൽ സെൻസേഴ്സ്. സെൻസർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഡ്യൂസറുമായിട്ട് വലിയ വ്യത്യാസമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെൻസറിന്റെ ഔട്ട്പുട്ട് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആണെങ്കിൽ നമുക്ക് അതിനെ ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ, ഇലക്ട്രോ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്, മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സെൻസേഴ്സ്, അതിനെയാണ് ഇലക്ട്രോ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ. അവിടെ ഒരു കൺവേർഷൻ ഉണ്ട്, എനർജി കൺവേർഷൻ. മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. സോ ആക്യുറേറ്റ് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും, കറസ്പോണ്ടിങ് ടു ദ ഡിസ്പ്ലേസ്മെന്റ്. എത്രമാത്രം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്യുറേറ്റ് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ സഹായിക്കും. ഇതൊരു മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ ബേസ് ചെയ്തുള്ള ഡിവൈസ് ആണ്, ഇൻഡക്റ്റൻസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിവൈസ് ആണ്. ഇതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ തന്നിരിക്കുന്നു, നമ്മൾ കൊടുക്കുന്നത് ഒരു മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, ട്രാൻസ്ഡ്യൂസർ അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ വളരെ നോയ്സോ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കുറവുള്ള ഒരു സിഗ്നൽ ആയിരിക്കും. നമ്മൾ അതിനെ സിഗ്നൽ കണ്ടീഷനിങ്ങിന് വിധേയമാക്കണം.